നരച്ച മുടിയെ വേരോടെ കറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹെയർ ഡൈ മതി കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ഒന്ന് കഴുകുന്നതാണേ. ഇതാ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ഒരു 2 സെക്കൻഡ് പോലും ആയില്ല, അപ്പോഴും കഴുകിയപ്പോൾ ഇതാണ് നമ്മുടെ ഡൈയുടെ കളർ എന്ന് പറയുന്നത്. ഇത് തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് നമ്മുടെ നരച്ച മുടിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. വെളുത്ത മുടിയെ ഒന്ന് കറുപ്പിക്കാൻ വേണ്ടി പാടുപെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് അല്ലേ? അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ആദ്യം തന്നെ നമ്മൾ 1-2 മുടിയൊക്കെ നരച്ചിരിക്കുന്നതായി കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനെ വലിച്ചു പിഴുതെടുക്കും. അല്ല എങ്കിൽ നമ്മൾ കെമിക്കൽ ഡൈ വാങ്ങി അടിക്കും. നമ്മൾ കെമിക്കൽ ഡൈ വാങ്ങി അടിച്ചാലുള്ള പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുടി ആദ്യം നരച്ചിട്ടുള്ളതായിരിക്കും. നമ്മൾ കെമിക്കൽ ഡൈ വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കി അതിന് ചുറ്റുമുള്ള മുടിയും കൂടെ പെട്ടെന്ന് നരയ്ക്കാനുള്ള ടെൻഡൻസി കാണിക്കും കേട്ടോ. ഇത് പലപ്പോഴും പലർക്കും അറിയില്ല. അങ്ങനെയാണ് അവർ കെമിക്കൽ ഡൈ വാങ്ങി അടിക്കുന്നത്. ഇങ്ങനെ കെമിക്കൽ ഡൈ വാങ്ങി അടിക്കുന്നതും പോട്ടെ, അവർക്ക് അലർജി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ അവർ വിചാരിക്കും വേറെ എന്തിൻ്റെങ്കിലും എഫക്റ്റ് കാരണമായിരിക്കും അലർജി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ ഡൈയുടെ കാര്യം അവർ മറന്നു. ഈ ഡൈയുടെ കാര്യം, അതായത് നമ്മൾ ഡൈ വാങ്ങി അടിക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ, അതായത് നെറ്റി, കഴുത്ത്, അതുപോലെ തന്നെ ചെവിയുടെ ബാക്ക്, നമ്മുടെ കവിള്, ഈ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ കുരുക്കൾ, അതുപോലെ തന്നെ ചൊറിച്ചില്, ചുവന്ന കളറിലാകുക, അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ചെവിയുടെ ബാക്കിലൊക്കെ നമ്മൾ താരനൊക്കെ ചില ആൾക്കാർക്ക് പുറ്റു പിടിച്ചിരിക്കത്തില്ലേ, അതുപോലെ ആയിരിക്കും ഇതിൻ്റെ അലർജി പ്രശ്നങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ അലർജി ഫ്രീ ആയിട്ട് നമ്മുടെ മുടിയെ നമുക്ക് കറുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതും വീട്ടിലുള്ള 3 ഇൻഗ്രീഡിയൻറ്റ് മതി. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാവേ. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ നാച്ചുറൽ ഹെയർ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ഈ ഒരു പൊടിയാണേ. ഈ പൊടിയെന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ പൊടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്, അതായത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് അത് ഞാൻ ഇപ്പം പറയാം. അപ്പോൾ എനിക്കിപ്പോൾ ഇത്രേ ആവശ്യമായിട്ടുള്ളേ. അപ്പോൾ ഒരു ചെറിയ സ്പൂണിലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ എടുത്തു വച്ചിരിക്കുന്ന പൊടിയിലേക്ക് നിങ്ങൾ സാധാരണ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് ഡാബർ ആംലയാണ്. അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അധികം ആകാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. ആവശ്യാനുസരണം മാത്രം ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. കാരണം ഇത് തലയിൽ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടിയിൽ അങ്ങനെ തന്നെ ഇരിക്കണം, ഒഴുകി പോകാൻ വേണ്ടിയിട്ട് പാടില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതിനി ഒരു 5 മിനിറ്റ് നമ്മൾ ഇങ്ങനെ തന്നെ വെക്കണം. അപ്പോൾ ഇത് 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ പറ്റി ഞാൻ പറയാവേ. അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ഒരു പിടി കറിവേപ്പിലയാണ് കേട്ടോ. നമ്മുടെ വീട്ടുമുറ്റത്തുള്ളതാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ്. നമുക്ക് ഒരു വെള്ളത്തിൽ കഴുകിയതിന് ശേഷം അത് ഉണക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് കടയിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ ഒരു 2-3 വെള്ളമെങ്കിലും നല്ലവണ്ണം വാഷ് ചെയ്യണം കേട്ടോ. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് മഞ്ഞപ്പൊടിയിലിട്ട് വച്ചതിന് ശേഷം കഴുകിയാലും കുഴപ്പമില്ല. ഒരു 3-4 വെള്ളം എന്തായാലും കഴുകണം. കാരണം ഇതിൽ ചിലപ്പം കീടനാശിനി വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. ഈ കീടനാശിനി നമ്മളെടുത്ത് തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി കൊഴിഞ്ഞു പോകാനും അതുപോലെ തന്നെ സ്കാൽപ്പിൽ മറ്റു ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനും കാരണമാകും. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഇനി ഈ കറിവേപ്പില നമുക്ക് ഒരു ചീനച്ചട്ടിയിലിട്ട് നല്ലവണ്ണം വറുത്തെടുക്കാം. അതായത് നല്ലവണ്ണം വറുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ അത് പൊടിഞ്ഞു വരണം. ആ ഒരു പരുവത്തിൽ നമുക്ക് ഈ ഒരു കറിവേപ്പില ലഭിക്കേണ്ടതുണ്ട്. അടുത്ത ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ ഉലുവയും അതുപോലെ തന്നെ കടുകും. നമ്മൾ ഈ എടുക്കുന്ന 3 ഇൻഗ്രീഡിയൻറ്റ് മുടി കറുക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ എല്ലാ പ്രശ്നങ്ങളും മാറാനും മുടി പൊടിക്കാൻ, അതായത് പൂർണ്ണമായി വളർച്ച മുരടിച്ച മുടിവേരുകളാലും ആണെങ്കിൽ പോലും നിങ്ങളുടെ മുടിക്ക് നല്ല രീതിയിൽ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ സാധനങ്ങളെല്ലാം സഹായിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എന്തുപയോഗിച്ചാലും അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ഉപയോഗിച്ച് പിന്നെ റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ റെഗുലറായിട്ട് 1-2 മാസമെങ്കിലും ഉപയോഗിച്ചിട്ട് വേണം അതിൻ്റെ റിസൾട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ പറഞ്ഞതുപോലെ കടുകും ഉലുവയും ഒരു 1 അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വീതം എടുക്കുക. നിങ്ങൾ ഒരാഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇത് കുറഞ്ഞത് ഉപയോഗിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരു പിടി കറിവേപ്പിലയും 1 സ്പൂണ് കടുകും 1 സ്പൂൺ ഉലുവയും മതി. ഇനി നിങ്ങൾ ഇത് ഉണ്ടാക്കി വെച്ചിട്ട്
നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് ഉപയോഗിക്കണമെങ്കിൽ അതിനനുസരിച്ച് ഇതിൻ്റെ ക്വാണ്ടിറ്റി, കറിവേപ്പിൻ്റെയും ഉലുവയുടെയും കടുകിൻ്റെയും ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ്. ഇനി ഇത് നല്ലവണ്ണം വറുത്തിട്ട് ഈ 3 സാധനം നമ്മൾ കയ്യിലെടുത്ത് ഞെരടി കഴിഞ്ഞാൽ നല്ലവണ്ണം പൊടിഞ്ഞു വരും. ആ പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. അതിനുശേഷം നമ്മൾ ചെറു ചൂടോടെ തന്നെ നനവൊന്നുമില്ലാത്തൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലവണ്ണം പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് അരിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നല്ലവണ്ണം ഫൈനായിട്ട് പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ അരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഈ പൊടി എടുത്തിട്ട് അതിലേക്ക് നിങ്ങൾ സാധാരണ ഏത് ഹെയർ ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുളിക്കുന്നതിനൊരു 3 മണിക്കൂർ മുന്നേ തലയിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നോർമൽ വെള്ളത്തിൽ കഴുകി കളയുക. അല്ല എങ്കിൽ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് തലനീരിറക്കം വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു 1.5-2 മണിക്കൂറൊക്കെ വച്ചാൽ മതി. നോർമൽ വെള്ളത്തിൽ കഴുകുക. ഷാമ്പൂസ് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമുക്ക് നല്ല രീതിയിൽ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇതും ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും നിങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമേ പ്രകടമായ ഒരു മാറ്റം നമ്മുടെ മുടിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ മിക്സ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാവേ. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. കണ്ടോ, കയ്യിൽ തന്നെ നമ്മൾ ഇങ്ങനെ തേക്കുമ്പോൾ നല്ല കളറാവുന്നുണ്ട്. നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ഇനി ഞാൻ കഴുകി കാണിച്ചു തരാം. ഇത് ഞാൻ ഒന്ന് നല്ല സ്പീഡിൽ ഒഴുകുന്ന വെള്ളത്തിലൊന്ന് കാണിച്ചു നോക്കുകയാണേ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് എത്ര ശക്തിയിൽ വെള്ളം വീണിട്ട് പോലും അത് പോകുന്നില്ല. അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു ഹെയർ ഡൈ ആണ്. അലർജി ഫ്രീ ഒന്നും ഇല്ലാതെ തന്നെ ഒരു പേടിയില്ലാതെ നമുക്ക് ഉണ്ടാക്കാനും അതുപോലെ തന്നെ തലയിൽ അപ്ലൈ ചെയ്യാനും പറ്റും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.